വർഷം കടമ്പപ്പുറം ഹൈസ്കൂളിൽ കുറെ നേട്ടങ്ങളൊക്കെ വന്നിട്ടില്ലേ, അത് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? പിന്നെന്താ, ഈ ഒരു വർഷം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കാണണോ? വരൂ. എല്ലാവർക്കും നമസ്കാരം. കടമ്പപ്പുറം ഹൈസ്കൂൾ ഈ വർഷം കരസ്ഥമാക്കിയ നേട്ടങ്ങളുടെ ദൃശ്യാവിഷ്കാരങ്ങളിലേക്ക്. ജൂൺ 1 നടന്ന പ്രവേശനോത്സവം വിവിധ കലാപരിപാടികളോടെ ഗംഭീരമായി ആഘോഷിച്ചു. ജൂൺ 5 പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പരിസ്ഥിതി ദിനം സമുചിതമായി ആഘോഷിച്ചു. മാനേജർ ശ്രീ സി ഗോപിനാഥൻ അവറുകൾ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 21 ചാന്ദ്ര ദിനം ഗംഭീരമായി ആഘോഷിച്ചു. ചാന്ദ്രയാൻ 3 വിക്ഷേപണം തത്സമയം കുട്ടികൾക്ക് കാണാൻ അവസരം നൽകി. കുട്ടികളിലെ ശാസ്ത്രബോധം ഉണർത്തുന്നതിനായി സ്കൂൾ പ്ലാനറ്റോറിയം ഒരുക്കുകയും ആകാശ വിസ്മയ കാഴ്ചകൾ ഒരുക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം വിവിധ യൂണിറ്റുകളായ NCC, SPC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ് എന്നീ യൂണിറ്റുകളുടെ പരേഡോടുകൂടി ഗംഭീരമായി ആഘോഷിച്ചു. മാവേലിയെ വരവേറ്റും സംഗീത വിദ്യാർത്ഥികളുടെ ഓണപ്പാട്ട് ദൃശ്യാവിഷ്കാരം നടത്തിയും കലാപരിപാടികളോടുകൂടി ഓണാഘോഷം പൊടിപൊടിച്ചു. വിഭവസമൃദ്ധമായ സദ്യ, PTA, മാനേജർ സഹകരണത്തോടെ ഓണാഘോഷം ഗംഭീരമാക്കാൻ സാധിച്ചു. യോഗാ ദിനം, ലഹരി വിരുദ്ധ ദിനം, ഹിരോഷിമ നാഗസാക്കി ദിനം, അധ്യാപക ദിനം, എയ്ഡ്സ് ദിനം, ദേശീയ ഹിന്ദി ദിനം വിവിധ പരിപാടികളോടുകൂടി സമുചിതമായി ആചരിച്ചു. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം കടന്നമണ്ണ ശ്രീനിവാസൻ കളം വരച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ മേളകളുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. സബ് ജില്ലാ തലം മുതൽ ദേശീയ തലം വരെ കടമ്പപ്പുറം ഹൈസ്കൂളിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു. കായിക രംഗത്ത് ദേശീയ തലത്തിൽ ലോങ് ജമ്പിൽ അനശ്വർ എന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മാസ്മരിക പ്രകടനം കടമ്പപ്പുറം ഹൈസ്കൂളിന് പൊൻതൂവലായി മാറി. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി സർജൻ മേജർ വൃന്ദ വി NCCയുടെ നാഷണൽ ക്യാമ്പിൽ പങ്കെടുത്ത് നമുക്ക് അഭിമാനമായി മാറി. ശാസ്ത്ര വിഭാഗത്തിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ശിഖ വിശ്വൻ, സാധിക KS എന്നിവർ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്നും വൈദ്യുതി എന്ന ആശയത്തിനെ അടിസ്ഥാനമാക്കി സ്റ്റിൽ മോഡൽ അവതരിപ്പിക്കുകയും A ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു. YIP യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം സംസ്ഥാന തലത്തിൽ പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് കടമ്പപ്പുറം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ പാർത്ഥിവ്, ആദിത്യ, ആതിര എന്നിവർ പങ്കെടുത്തു. വിദ്യാലയത്തിന്റെ യശസ് വാനോളം ഉയർത്തിക്കൊണ്ട് 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനശ്വർ സംസ്ഥാന ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വിനയ വിദ്യാലയത്തിന്റെ ചരിത്രത്തിലാദ്യമായി മോണോ ആക്ടിൽ സാക്ഷി മാലിക്കിനെ അവതരിപ്പിച്ച് സംസ്ഥാന തലത്തിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച് A ഗ്രേഡ് കരസ്ഥമാക്കി. SPCയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ക്വിസ് മത്സരത്തിൽ നിവേദ്യ, ആതിര മുരളി, ജിഷ്ണു എന്നീ കാഡറ്റ്സ് സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടി. 8ാം ക്ലാസ് വിദ്യാർത്ഥി അജിത് കണ്ണൂരിൽ വെച്ച് നടന്ന ചെസ് മത്സരത്തിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. ഇൻവെസ്റ്റിഗേറ്ററി പ്രൊജക്റ്റിൽ നിഹാല നസ്രിൻ എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി പങ്കെടുത്ത് A ഗ്രേഡ് കരസ്ഥമാക്കി. സബ് ജില്ലാ ശാസ്ത്രമേളയിൽ ശാസ്ത്ര വിഭാഗത്തിൽ 9 ഇനങ്ങളിലും പങ്കെടുത്ത് എല്ലാ ഇനങ്ങളിലും A ഗ്രേഡ് കരസ്ഥമാക്കി സബ് ജില്ല ഓവറോൾ 1ാം സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ചു. ജില്ലയിൽ
6 ഇനങ്ങളിൽ പങ്കെടുത്ത് പാലക്കാട് റവന്യൂ ജില്ലയിൽ ഓവറോൾ 3-ാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ സ്കൂളിലെ ശാസ്ത്ര വിഭാഗം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. ഇൻസ്പയർ അവാർഡ് ജില്ലാതല മത്സരത്തിൽ പാർത്ഥിവിന് പങ്കെടുക്കാൻ സാധിച്ചു എന്നത് HS കടമ്പഴിപ്പുറത്തിലെ ശാസ്ത്ര വിഭാഗത്തിന്റെ വലിയൊരു നേട്ടമാണ്. കുട്ടികളിലെ കലാഭിരുചി പരിപോഷിപ്പിക്കുന്നതിനായി സബ് ജില്ലാ തലത്തിൽ 54 ഇനങ്ങളിൽ 53 ഇനങ്ങളിലായി 150ഓളം കുട്ടികൾ പങ്കെടുക്കുകയും 50 ഇനങ്ങളിൽ A ഗ്രേഡ് കരസ്ഥമാക്കിക്കൊണ്ട് സബ് ജില്ല ഓവറോൾ 3-ാം സ്ഥാനം നേടി കടമ്പഴിപ്പുറം ഹൈസ്കൂൾ വിജയക്കൊടി പാറിച്ചു. കലോത്സവം ജില്ലയിലേക്ക് 11 ഇനങ്ങളിൽ നമ്മുടെ കുട്ടികൾ യോഗ്യത നേടുകയും A ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു. സംസ്കൃതോത്സവത്തിൽ ഓവറോൾ 2-ാം സ്ഥാനം നേടാൻ നമുക്ക് സാധിച്ചു. 2023-24 അധ്യയന വർഷത്തെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഇംഗ്ലീഷ് ക്ലബ് അംഗങ്ങൾ വളരെ സജീവമായി തന്നെ പങ്കെടുത്തു. സബ് ജില്ലാതല മത്സരങ്ങളിൽ അവരുടെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു. സബ് ജില്ലാതലത്തിൽ പങ്കെടുത്ത് 5 മത്സര ഇനങ്ങളിലും A ഗ്രേഡോടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ജില്ലാതലത്തിൽ 2 പേർ A ഗ്രേഡ് നേടുകയും ചെയ്തു. സബ് ജില്ലാതല ഗണിതശാസ്ത്ര മേളയിൽ 11 ഇനങ്ങളിൽ 6 ഫസ്റ്റ്, 2 സെക്കൻഡ് എന്നിങ്ങനെ 8 ജില്ലാ സെലക്ഷനും 3 ഇനങ്ങളിൽ 3-ാം സ്ഥാനവും നേടി. 11 ഇനങ്ങളിലും A ഗ്രേഡ് നേടി അഗ്രിഗേറ്റ് സെക്കൻഡ് കരസ്ഥമാക്കി. പാലക്കാട് ജില്ലാ ഗണിതോത്സവത്തിൽ 8 ഇനങ്ങളിൽ പങ്കെടുക്കുകയും A ഗ്രേഡ് നേടുകയും 40 പോയിന്റ് കരസ്ഥമാക്കിക്കൊണ്ട് ജില്ലയിൽ 7-ാം സ്ഥാനം നേടുകയും ചെയ്തു. 2023-24 അധ്യയന വർഷത്തിൽ ചെർപ്പുളശ്ശേരി ഉപജില്ലാ സാമൂഹ്യശാസ്ത്രമേളയിൽ 8 ഇനങ്ങളിൽ പങ്കെടുക്കുകയും 2 ഇനങ്ങളിൽ ജില്ലാ സെലക്ഷൻ ലഭിക്കുകയും A ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്ത് സബ് ജില്ലയിൽ ഓവറോൾ 2-ാം സ്ഥാനം പിടിച്ചെടുക്കുകയും ചെയ്തു. IT മേളയിൽ 5 ഇനങ്ങളിൽ പങ്കെടുക്കുകയും സബ് ജില്ലാ തലങ്ങളിൽ അനിമേഷൻ വിഭാഗത്തിൽ യാദവിന്റെ പ്രകടനം ഏറെ ശ്രദ്ധേയമായി. പ്രവൃത്തി പരിചയമേളയിൽ ഉപജില്ലാ മത്സരത്തിൽ 29 ഇനങ്ങളിൽ പങ്കെടുക്കുകയും 17 ഇനങ്ങളിൽ A ഗ്രേഡ് കരസ്ഥമാക്കുകയും 7 ഇനങ്ങൾക്ക് ജില്ലാ സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു. A ഗ്രേഡ് കരസ്ഥമാക്കി ഉയർന്ന നിലവാരം പുലർത്താൻ നമുക്ക് ഇത്തവണ സാധിച്ചു. കായിക രംഗത്ത് വൻ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് ഇത്തവണ സാധിച്ചിട്ടുണ്ട്. സബ് ജില്ല, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ അത്ലറ്റിക്സ്, ഗെയിംസ് വിഭാഗത്തിൽ നമ്മൾ വൻ മുന്നേറ്റമാണ് ഇത്തവണ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ പുതിയ നൂതന ആശയങ്ങൾ, അതുപോലെ തന്നെ നൂതന സംവിധാനങ്ങൾ കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ ഇത്തവണ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ബോൾ ബാഡ്മിൻ്റൺ, ടേബിൾ ടെന്നീസ്, ഹൈ ജമ്പ്, ഇതൊക്കെ നമ്മുടെ സ്കൂളിലെ കായിക രംഗത്തെ എടുത്തു കാണിക്കാൻ സാധിക്കുന്ന ചില ഇനങ്ങളാണ്. കടമ്പഴിപ്പുറം സ്കൂളിൻ്റെ 77-ാം കായിക ദിനം ദീപശിഖ പ്രകാശിപ്പിച്ചുകൊണ്ട് നാഷണൽ ചാമ്പ്യനായ ശ്രീമതി വിദ്യ ഉദ്ഘാടനം ചെയ്തു. സമാധാനത്തിൻ്റെ പ്രതീകമായ വെള്ളരിപ്രാവുകളെ പറപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ സമുചിതമായി ആഘോഷിച്ചു. കായിക രംഗത്ത് വൻ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ വർഷം നമുക്ക് സാധിച്ചു. കുട്ടികളിൽ കായിക ക്ഷമത വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയും സബ് ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ ഗെയിംസിലും അത്ലറ്റിക്സിലും ഒരുപോലെ പങ്കെടുപ്പിച്ച് നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സബ് ജില്ലാതല മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു. ജില്ലാതലത്തിൽ പങ്കെടുത്ത നിവേദ്യ, നന്ദഗോപൻ, ആദികേശ് എന്നീ കുട്ടികൾ മികച്ച നിലവാരം പുലർത്തി. ഈ അക്കാദമിക വർഷത്തെ വിജയോത്സവത്തിൽ വിവിധ മേളകളിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. വിദ്യാരംഭ ദിനത്തിന്റെ ഭാഗമായി വയലിൻ, സംഗീതം, കരാട്ടെ അഭ്യസിക്കുന്നവരുടെ പ്രദർശനം നടത്തി. 101 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മെഗാ തിരുവാതിര വ്യത്യസ്തവും വർണ്ണശബളവുമായ പരിപാടികളിൽ ഒന്നായി മാറി. ജൂൺ 13 കടമ്പഴിപ്പുറം ഹൈസ്കൂളിന്റെ 78ാമത് സ്കൂൾ വാർഷിക ദിനം സ്ഥാപകരെ സ്മരിച്ചും വിഭവസമൃദ്ധമായ സദ്യയോടും കൂടി ആചരിച്ചു. കുട്ടികളിലെ സാമൂഹിക അവബോധം വളർത്തിയെടുക്കാൻ 5 യൂണിറ്റുകളാണ് കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. SPC, NCC, ജൂനിയർ റെഡ് ക്രോസ്,
സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയ 5 യൂണിറ്റുകൾ ചെർപ്പുളശ്ശേരി സബ് ജില്ലയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഏക വിദ്യാലയം കടമ്പുറം ഹൈസ്കൂളാണ്. SPCയുടെ ആദ്യ ബാച്ചായ 2021-22 വർഷത്തിലെ SPC സൂപ്പർ സീനിയേഴ്സിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ബഹുമാനപ്പെട്ട MLA ശ്രീ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. വർണ്ണാഭമായ ചടങ്ങിൽ വിവിധ ജനപ്രതിനിധികളും പൗര പ്രമുഖരും പങ്കെടുത്തു. SPC ദിനാചരണം ശുചിത്വ പ്രാധാന്യത്തോടുകൂടി ആചരിച്ചു. അധ്യാപക ദിനത്തിൽ അധ്യാപകർക്ക് ആശംസാ കാർഡുകൾ നൽകി ആദരിച്ചത് വേറിട്ട അനുഭവമായി മാറി. മാരിയില്ല മഴക്കാലം എന്ന പരിപാടിയിൽ SPC കുട്ടികൾക്കായി നടത്തിയ ശുചിത്വ പ്രഥമശുശ്രൂഷ ബോധവൽക്കരണ ക്ലാസുകൾ മികവുറ്റതായി. കാരുണ്യ പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനായി SPC JRC കാഡറ്റ്സ് പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത കുട്ടികളുടെ ഗൃഹസന്ദർശനം നടത്തി വേണ്ട സഹായങ്ങൾ നൽകി. 77ാം സ്കൂൾ കായികമേളയുടെ ഭാഗമായി മാരത്തോണിൽ SPC കാഡറ്റുകൾ പങ്കാളികളായി. ഈ വർഷത്തെ SPC ജില്ലാ ക്യാമ്പിൽ 5 സീനിയർ കാഡറ്റുകൾ പങ്കെടുത്തു. സംസ്ഥാനതല ക്യാമ്പിലേക്ക് 2ാം റാങ്കോടുകൂടി സീനിയർ കാഡറ്റായ നിവേദ്യ TA തിരഞ്ഞെടുത്തു. കുട്ടികളിലെ അച്ചടക്കം, കർമ്മബോധം, രാജ്യസ്നേഹം എന്നിവയെ ഉണർത്തിയെടുക്കുന്ന ഒരു യൂണിറ്റാണ് NCC, നാഷണൽ കാഡറ്റ് കോർപ്സ്. ഓരോ അധ്യയന വർഷത്തിലും എല്ലാ ദിനാചരണങ്ങളിലും NCC കാഡറ്റുകളുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. ആഴ്ചയിൽ 2 ദിവസം കുട്ടികൾക്ക് NCC പരേഡ് നൽകി വരുന്നു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും വിദ്യാലയത്തിലെ ഒരു മതിലിൽ ചുമർചിത്രം വരയ്ക്കുകയും ചെയ്തു. കാർഗിൽ ദിവസത്തിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് സ്പെഷ്യൽ അസംബ്ലിയിലൂടെ എത്തിക്കുകയും അന്നേ ദിവസം പ്രാദേശിക ജവാന്മാരെ ആദരിക്കുകയും ചെയ്തു. NCCയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച സ്മൃതി മണ്ഡപം കടമ്പുഴപ്പം ഹൈസ്കൂളിന്റെ മുഖച്ഛായയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വൃദ്ധസദനങ്ങൾക്ക് സഹായവും NCC കാഡറ്റുകൾ എല്ലാ വർഷവും ചെയ്തു വരുന്നു. വിവരസാങ്കേതിക വിദ്യകളിൽ കുട്ടികളെ സജ്ജരാക്കാനുള്ള പ്രവർത്തനങ്ങൾ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല, രക്ഷിതാക്കൾക്കും സാങ്കേതിക വിദ്യകളിൽ മുന്നിലെത്തിക്കാനുള്ള രക്ഷിതാക്കൾക്കുള്ള ഏകദിന ക്യാമ്പുകൾ നടത്തിയിരിക്കുന്നു. കൈറ്റ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക യൂണിഫോമും അവരെ സബ് ജില്ല, ജില്ലാ, സംസ്ഥാന ക്യാമ്പുകളിലുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉദ്ദേശ്യം, തത്വങ്ങൾ, രീതി എന്നിവയ്ക്ക് അനുസൃതമായി ജന്മവർഗ വിശ്വാസ ഭേദങ്ങളുടെ പരിഗണനയില്ലാതെ ആർക്കും പ്രവേശനം അനുവദിക്കുന്ന യുവജനങ്ങളുടെ സ്വേച്ഛാനുസാരവും കക്ഷി രാഷ്ട്രീയ രഹിതവുമായ ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടത്തിയ ക്വിസ് മത്സരത്തിൽ അഭിനന്ദ് V, വൈഷ്ണ NV, സമന്വയ S എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിന പരേഡുകളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളുടെ പങ്കാളിത്തം ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ജൂനിയർ റെഡ് ക്രോസ് JRC 90 അംഗങ്ങളുള്ള JRC ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ലഹരി വിരുദ്ധ റാലി, പ്രഥമ ശുശ്രൂഷ ക്ലാസുകൾ, ദിനാചരണങ്ങൾ തുടങ്ങിയവയിലെ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. JRC സബ് ജില്ലാ ദേശഭക്തി ഗാന മത്സരത്തിൽ കടമ്പുഴപ്പം ഹൈസ്കൂളിന് 2ാം സ്ഥാനമായിരുന്നു. കടമ്പഴിപ്പുറം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തോട് ചേർന്ന് വിവിധ ആരോഗ്യ ബോധവൽക്കരണ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ പ്രകടനങ്ങളിലൂടെയും നിരന്തര പ്രവർത്തനങ്ങളിലൂടെയും ഏവരെയും സ്വാധീനിച്ച ഘടകമാണ് UP വിഭാഗം. എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ ലഭ്യമാക്കിയത് ശ്രദ്ധേയമായി. സബ് ജില്ലാ ശാസ്ത്രമേളയിലെ
അഗ്രിഗേറ്റ് 1ാം സ്ഥാനം UP വിഭാഗത്തിന് പൊൻതൂവലായി. UP വിഭാഗത്തിലെ ദിനാചരണങ്ങളുടെ കൃത്യത, കലോത്സവത്തിലെ വിജയം, USSലെ മികച്ച പ്രകടനവും മികവുറ്റതാണ്. ഇതിലെ USS പരീക്ഷയിലെ ജില്ലയിലെ 1ാം സ്ഥാനക്കാരിയായ അനന്യ ബിയുടെ വിജയവും എടുത്തു പറയേണ്ടതാണ്. കുട്ടികൾക്കായി ശാസ്ത്ര ഗണിത ഫെസ്റ്റ് നടത്തുകയും കുട്ടികളിലെ ശാസ്ത്ര മനോഭാവം മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ വിജയത്തിനുതകുന്ന രീതിയിലുള്ള പരിശീലനങ്ങൾ ഇപ്പോഴും അധ്യാപകർ നടത്തിവരുന്നു. 2023 വർഷത്തെ സുഗമ ഹിന്ദി പരീക്ഷയിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തതിന് കേരള ഹിന്ദി പ്രജാസഭയുടെ പുരസ്കാരം ലഭിച്ചു. യുവജനോത്സവത്തിൽ UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 6 വിഭാഗത്തിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും A ഗ്രേഡ് നേടുകയും ചെയ്തു. ഇവയിൽ 2 പേർക്ക് ജില്ലാ യുവജനോത്സവത്തിൽ 3, 5 സ്ഥാനങ്ങൾ ലഭിക്കുകയും ചെയ്തു. കാലഘട്ടത്തിനനുസൃതമായി കുട്ടികളിൽ വന്ന മാറ്റങ്ങളെ മറികടക്കുവാനും അവരിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിനുമായുള്ള യോഗ, വയലിൻ, കരാട്ടെ ക്ലാസുകൾ ആഴ്ചയിൽ 2 ദിവസം ഈവനിംഗ് ക്ലാസുകളായി നടത്തിവരുന്നു. കുട്ടികളെ നല്ല പൗരന്മാരായി വാർത്തെടുക്കാൻ വേണ്ടിയുള്ള ചവിട്ടുപടികളാണിത്. ഇന്നത്തെ ലോകത്ത് കുട്ടികൾക്ക് അപകടങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും സ്വയം പ്രതിരോധിക്കാനായി ആയോധന കലകളും വിദ്യാലയത്തിൽ അഭ്യസിച്ചു വരുന്നു. കരാട്ടെ ക്ലാസുകളിൽ കുട്ടികൾക്ക് മികച്ച പരിശീലനവും കൊടുക്കുന്നു. കരാട്ടയിൽ മത്സരിച്ച് നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ ഹയർ ലെവൽ സമ്മാനം കരസ്ഥമാക്കി. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം എന്നീ ദിനങ്ങളിൽ കരാട്ടെ പ്രദർശനം കുട്ടികൾക്കായി കാഴ്ചവെച്ചു. 48,000 രൂപ വരുന്ന NMMS സ്കോളർഷിപ്പിനുള്ള വിദഗ്ധ പരിശീലനം 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നു. ചെർപ്പുളശ്ശേരി സബ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ NMMS സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയിരിക്കുന്നത് കടമ്പുഴപ്പുറം ഹൈസ്കൂളിലാണ്. കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച ചിട്ടയായ പരിശീലനം, മാരത്തോൺ, ദീപശിഖ പ്രയാണം, കുട്ടികളുടെ പങ്കാളിത്തം, വാശിയേറിയ മത്സര പ്രകടനങ്ങൾ തുടങ്ങിയവയിലൂടെ ദേശീയ തലം വരെ വിദ്യാലയത്തിൻ്റെ പ്രശസ്തി അറിയിക്കുന്നതിന് സാധിച്ചു. കുട്ടികളുടെ പാഠ്യപ്രവർത്തനങ്ങളിൽ മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒരുപോലെ ശ്രദ്ധിക്കുന്നതിനായി ടേബിൾ ടെന്നീസ്, ബോൾ ബാഡ്മിൻ്റൺ, ഷട്ടിൽ ബാഡ്മിൻ്റൺ, ബാസ്കറ്റ് ബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ഹൈ ജമ്പ്, കബഡി, കൊക്കോ മുതലായവയുടെ പരിശീലനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ നടന്നു വരുന്നു. പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച സയൻസ് ലാബ്, UP ഹൈസ്കൂൾ വിഭാഗത്തിന് പ്രത്യേകം സജ്ജീകരിച്ച കമ്പ്യൂട്ടർ ലാബുകൾ, അറിവിൻ്റെ വാതായനങ്ങളിലേക്ക് നയിക്കുന്ന ലൈബ്രറി, കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നിരീക്ഷണ ക്യാമറകൾ, ഇവയെല്ലാം കടമ്പുറം ഹൈസ്കൂളിൻ്റെ സവിശേഷതകളാണ്. സമ്പൂർണ്ണ വിജയവും A+കളുടെ എണ്ണവും മാത്രമല്ല മറ്റു വിദ്യാലയങ്ങളിൽ നിന്നും കടമ്പുഴപ്പം ഹൈസ്കൂളിനെ വ്യത്യസ്തമാക്കുന്നത്. പഠന മികവോടൊപ്പം കലാ, കായിക, സാമൂഹിക രംഗങ്ങളിൽ കൈവരിച്ച അസൂയാർഹമായ നേട്ടങ്ങളാണ്. അധ്യാപകരും രക്ഷിതാക്കളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി അച്ചടക്കവും സാംസ്കാരിക സമ്പന്നതയും മൂല്യബോധവും ഒരുമിച്ച വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിഞ്ഞത് ചാരിതാർത്ഥ്യമാണ്.